മഹാഭാരതത്തിന്റെ അതുല്യമായ യുദ്ധചരിത്രത്തിൽ ഏറ്റവും വിചിത്രവും അത്ഭുതകരവുമായ സൈന്യശക്തികളിൽ ഒന്നാണ് നാരായണീ സേന. ഈ സേനയുടെ പേര് തന്നെ അതിൻ്റെ ദിവ്യവും മഹത്വവും സൂചിപ്പിക്കുന്നു. നാരായണി എന്നത് നാരായണൻ്റേത് എന്നാണ് അർത്ഥം. അതായത് കൃഷ്ണന്റെ സേന. ദ്വാരകയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന യാദവ വർഗത്തിന്റെ ശക്തമായ സൈനിക വിഭാഗം കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധം അനിവാര്യമാകുമ്പോൾ അർജുനനും ദുര്യോധനനും ഒരുമിച്ച് കൃഷ്ണന്റെ സഹായം തേടി ഒരേ വേള തന്നെ അവിടെ എത്തുന്നു. കൃഷ്ണൻ ഇരുവരെയും കണ്ടപ്പോൾ ഒരു വശത്ത് തന്റെ ആയുധമില്ലാത്ത സാന്നിധ്യം, മറ്റേ വശത്ത് തന്റെ സമ്പൂർണ്ണ നാരായണീ സേന. ഇരുവഴികളിൽ ഒന്നിനെ തിരഞ്ഞെടുക്കുവാൻ ഇരുവരോടും പറഞ്ഞു. ആദ്യം വന്നത് ദുര്യോധനൻ ആയതിനാൽ തന്നെ അവൻ സേനയെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ അർജുനൻ കൃഷ്ണനെ മാത്രം മതി എന്ന് പറഞ്ഞ് കൃഷ്ണനെ തിരഞ്ഞെടുക്കുന്നു. ഈ തീരുമാനം യുദ്ധത്തിന്റെ വിധി തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാം. നാരായണീ സേനയുടെ പ്രത്യേകതകൾ അതിൻ്റെ അനുസരണം, പരിശീലനം, അത്ഭുതകരമായ യുദ്ധ കൗശലം എന്നിവയാകുന്നു. ഈ സേനയുടെ ഓരോ സൈനികനും യാദവ വംശത്തിന്റെ വീരപാരമ്പര്യം കൈവരിച്ചവനാകുന്നു. ഇതിന്റെ സേനാനായകൻ കൃതവർമാവെന്ന യോദ്ധാവ് ആയിരുന്നു. കുതിരസേന, രഥസേന, പാദസേന, ഗജസേന എന്നീ 4 വിഭാഗങ്ങളിലും അവർ അതുല്യ പ്രാവീണ്യം നേടിയിരുന്നു. ഓരോ സൈനികനും ഒരു ചെറിയ സേനയെ നേരിടുവാൻ കഴിയുന്ന ശക്തിയുള്ള ധൈര്യമുള്ളവരും ആയിരുന്നു എന്ന് മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്. അവർക്ക് ദൈവികമായ ആയുധങ്ങളും യുദ്ധനീതികളും പഠിപ്പിച്ചിരുന്നത് സ്വയം കൃഷ്ണൻ തന്നെയായിരുന്നു. അതിനാൽ തന്നെ നാരായണീ സേന ഒരു സാധാരണ സൈന്യമായിരുന്നില്ല, മറിച്ചൊരു ദിവ്യശക്തിയുടെ പ്രതീകം തന്നെയായിരുന്നു. ഈ സേനയുടെ മറ്റൊരു അത്ഭുതം അവരുടെ ഏകോപനവും അച്ചടക്കവും ആണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ മറ്റൊരു ഉത്തരവിൽ തന്നെ ആയിരങ്ങൾ ഒരുമിച്ച് നീങ്ങുന്ന ദൃശ്യങ്ങളിൽ അതിശയിപ്പിക്കുന്ന ഒന്ന് ശത്രുവിന്റെ ബലഹീനതകൾ കണ്ടെത്തി അതിനെ തകർക്കുവാൻ അതിവിദഗ്ധരായിരുന്നു ഇതിലെ അംഗങ്ങൾ. പ്രത്യേകിച്ച് രഥയുദ്ധത്തിൽ, വില്ലുവിദ്യയിൽ, ഗദായുദ്ധത്തിൽ ഇവർക്ക് തുല്യരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കൃഷ്ണന്റെ നേതൃത്വത്തിൽ വളർന്നതായതിനാൽ തന്നെ അവർക്ക് ധാർമ്മികതയും യുദ്ധത്തിലെ നീതിയും വളരെ പ്രധാനമായിരുന്നു. ഇത് മറ്റു സേനകളിൽ നിന്നും വ്യത്യസ്തവും ആയിരുന്നു. നാരായണീ സേനയുടെ നേതൃപങ്ക് സംബന്ധിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സേനയുടെ ആധിപത്യം കൃഷ്ണനായിരുന്നു. എങ്കിലും മഹാഭാരതത്തിൽ കൃഷ്ണൻ ആയുധമെടുക്കാതെ ഇരുന്നതിനാൽ തന്നെ ഈ സേന യുദ്ധത്തിൽ നയിച്ചത് ദുര്യോധനന്റെ നേതൃത്വത്തിലുള്ള കൗരവ സേന ആയിരുന്നു. അതായത് ഈ സേന കൗരവർക്കായി യുദ്ധം ചെയ്തു എന്ന് തന്നെ. യുദ്ധത്തിന്റെ പുരോഗതിയിൽ നാരായണീ സേനയുടെ ശക്തി പല പ്രാവശ്യം പ്രകടമായി. അവർ കൗരവർക്കായി വലിയ പിന്തുണ നൽകി. പാണ്ഡവർക്ക് നാരായണീ സേന വലിയ വെല്ലുവിളി ആയിരുന്നുവെങ്കിലും കൃഷ്ണൻ പാണ്ഡവർക്കൊപ്പം നിന്നതുകൊണ്ട് യുദ്ധത്തിൽ ദിശ മാറി. കൃഷ്ണന്റെ ബുദ്ധിയും തന്ത്രശക്തിയും പാണ്ഡവരെ വിജയത്തിലേക്ക് നയിച്ചു. ഇതൊരു വലിയ പാഠമാണ്. ദൈവിക ബുദ്ധിയും ധാർമ്മികതയും ഇല്ലാതെ ഭൗതിക ശക്തിക്ക് മാത്രം വിജയം നേടാനാകുകയില്ല എന്നത്. അവസാനമായി നാരായണീ സേനയുടെ കഥ മഹാഭാരതത്തിൽ ഒരു ശക്തമായ സന്ദേശം നൽകുന്നു. ശക്തിയും വിഭവങ്ങളും മാത്രം മതിയില്ല, ശരിയായ മാർഗനിർദ്ദേശവും ധർമ്മവും അതോടൊപ്പം തന്നെ വേണം. ദുര്യോധനൻ സേനയെ തിരഞ്ഞെടുക്കുമ്പോൾ അർജുനൻ കൃഷ്ണനെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് മഹാഭാരതത്തിന്റെ ആത്മാവ്. നാരായണീ സേനയുടെ അത്ഭുതങ്ങളും വീര്യത്വവും ഇന്നും കഥകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ കൃഷ്ണൻ ദിവ്യനാണ്, അദ്ദേഹം ദൈവമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് യഥാർത്ഥ വിജയവും.